നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത്, അതിൽ തെറ്റൊന്നും പറയാനില്ല. കാരണം രാഷ്ട്രീയ നേതൃത്വത്തെ ചെന്ന് കാണുന്നത് അത് നമ്മുടെ കേരളത്തിലെ ഏതൊരു സംഘടനയ്ക്കും ഏതൊരു ജീവനക്കാരുടെ സംഘടനയ്ക്കും ഒക്കെയുള്ള അവകാശമാണ്. ആർക്ക് വേണമെങ്കിൽ കാണാം. വേണമെങ്കിൽ NGO സംഘിന് പോയി പിണറായി വിജയൻ്റെ NGO യൂണിയൻ്റെ നേതാക്കളെ കാണാം. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ INTUC അസോസിയേഷന് വേണമെങ്കിൽ പോയി NGO സംഘിൻ്റെ ഇവിടുത്തെ പ്രമുഖരെ കാണാം. അതൊക്കെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതുപോലെ തന്നെയാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാർ. എൻ്റെ ചെയർമാനും ഇവരൊന്നും പോയിട്ടില്ല. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ സംഘടനയുണ്ട്, മലബാർ ദേവസ്വം ബോർഡാണ്. അതുകൊണ്ട് 1000-ഓളം ക്ഷേത്രങ്ങളുണ്ട്, കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങൾ. അവർ പോയി പാണക്കാട് ചെന്നിരിക്കുന്നു. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ പോയി കണ്ട് ചില സങ്കടങ്ങൾ പറഞ്ഞു. നമുക്കിവിടെ ഒരു ദേവസ്വം മന്ത്രിയുണ്ട്, പേര് K. മുരളീധരൻ എന്നാണ്. പഴയൊരു മുഖ്യമന്ത്രിയുടെ മകനാണ്, അല്ലേ? അതെ, ദേവസ്വം മന്ത്രി. പിന്നെ ഒരു മേനോനുണ്ട്, മേനോൻ VD സതീശൻ എന്നാണ് പേര്, മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അവർ ഹിന്ദു ആയിട്ടല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഉണ്ട്. ഇവർക്കൊരു ചെന്ന് വാതിൽ മുട്ടിയാൽ മുട്ടുപിൻ തുറക്കപ്പെടും എന്ന് പറഞ്ഞിട്ട്. പിന്നെ ദേവസ്വം മന്ത്രിയെ കിട്ടിയില്ലെങ്കിൽ ഒരു ബൈജു എന്ന് പറയുന്ന മുൻ ശബരിമല ദേവസ്വം ബോർഡിൻ്റെ തിരുവാഭരണ കമ്മീഷണറൊക്കെ ആയിരുന്ന, ബോർഡ് സെക്രട്ടറി ആയിരുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ തിരുവിതാംകൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ നോക്കുന്ന അദ്ദേഹമുണ്ട്. ഇപ്പം ഇവരൊന്നും പരിചയമില്ലാത്തവരല്ല. ബോർഡ് സെക്രട്ടറി ആയിരുന്നു, ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ പക്ഷേ ഇവർ ചെന്നിട്ട് സാദിഖലി, പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളെ പോയി കണ്ടിട്ട് മലബാർ ദേവസ്വം ബില്ലുണ്ട്, അത് യാഥാർത്ഥ്യമാക്കി തരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തെ പോയി ഒരു നിവേദനമൊക്കെ കൊടുത്തു. കാരണം പറയുന്നത് VD സതീശനെ കണ്ട് നടന്നില്ല, K. മുരളീധരനെ കണ്ട് നടന്നില്ല. 1 മാസം ആയില്ല, 1 മാസം ആകുന്നു അല്ലേ സർക്കാർ കയറിയിട്ട്? 1 മാസം ചില്ലറയായി. അതെ, ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന പോലെയാണ് മലബാർ ദേവസ്വം ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ശബരിമലയെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് സഹിയിട്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ ദേവസ്വം മന്ത്രി മുരളീധരൻ. അതെ. അപ്പോൾ ഇവർ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രിമാരെ കണ്ടു, ഒരു രക്ഷയുമുണ്ടായില്ല. ദേവസ്വം ബില്ലൊന്ന് ആക്കി തരണം. അതായത് ക്ഷേത്രങ്ങളിലെ ബില്ലിൻ്റെ ഒരു പോസിറ്റീവ് വശം, ഭരണക്രമങ്ങൾ മലബാർ ദേവസ്വത്തിലെ, അതായത് നമ്മുടെ അറിയാലോ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ഇത്രയും ജില്ലകളാണ്. വടക്കൻ കേരളത്തിൽ ഇത്രയും ജില്ലയാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്നത്. തികച്ചും ദരിദ്രമായൊരു ദേവസ്വമാണ്. തൃശ്ശൂർ വരെ ഉണ്ട്, മലപ്പുറം, തൃശ്ശൂരിൻ്റെ ഗുരുവായൂരിൻ്റെ അടുത്ത് വരെ എത്തും. അപ്പോൾ വിപുലമായ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ, ഭരണ സംവിധാനങ്ങളുടെ ഏകീകരണം, ഇതൊക്കെയാണ് അവരുദ്ദേശിക്കുന്നത്. ഈ ദേവസ്വം ബില്ല് അങ്ങനെ സമാനമായ തിരുവിതാംകൂർ കൊച്ചി ബോർഡുകൾക്ക് സമാനമായ രീതിയിൽ ദേവസ്വം ബോർഡിന് ഘടന വേണം, പ്രവർത്തനം വേണം, ഇങ്ങനെയൊക്കെ ഒരുപാട് ഭേദഗതികളൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അതിനൊരു നെഗറ്റീവ് വശമുണ്ട്. ഇത്രയും നല്ല കാര്യങ്ങൾ അവർ പറഞ്ഞു. ഏകീകരണം വേണം, അതെവിടെയാണ് ഇവർ ആവശ്യപ്പെട്ടത്? പാണക്കാട് തങ്ങളോട് ചെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് പാരമ്പര്യ ട്രസ്റ്റിമാരുടെയും ഊരാളന്മാരുടെയും കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ദൈനംദിന ഭരണം ബോർഡിന് വേണം. പിന്നെ സാമ്പത്തിക കാര്യങ്ങൾ, വികസന കാര്യങ്ങൾ, ഇവയുടെ മേൽനോട്ടം ബോർഡിന് വേണം. പിന്നെ ആചാരപരമായ കാര്യങ്ങൾ, ശബരിമലയിലെ തന്ത്രി പറയുന്നത് പോലെ ആചാരപരമായ കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ട്രസ്റ്റികൾക്ക് വിട്ടുകൊടുക്കാം. പിന്നെ ഈ അഴിമതി ഒഴിവാക്കാനായിട്ട് ദേവസ്വം നിയമനങ്ങൾ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴി വിട്ടുകൊടുക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതിൽ നമ്മുടെ പല ക്ഷേത്രങ്ങളിലും വള്ളുവനാടിൻ്റെയും ഒക്കെ ഏറനാട് അങ്ങനെ രാജവംശങ്ങളുടെയൊക്കെ അധീനതയിലുള്ള ഇപ്പോഴും അവർക്ക് വേറെ ഇതില്ല. അവിടെയൊക്കെ ഒരു കാരണം ചരിത്രവുമായി ബന്ധപ്പെട്ട് തിരുമാന്താംകുന്നാണ് ഇപ്പോഴാണ് മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും ഹൈക്കോടതി വിധി വന്നതിനെ തുടർന്നാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്ഥാനം ഒഴിഞ്ഞു പോകാനും അതിൻ്റെ ചുമതല, ക്ഷേത്രത്തിൻ്റെ ഭരണ ചുമതല വിട്ടുകൊടുക്കാനും ഉത്തരവിട്ടു. പക്ഷേ ഇതിപ്പം ബാക്കി എല്ലാ ക്ഷേത്രങ്ങൾക്കും ഇത് സ്വീകാര്യമാകും. അതുകൊണ്ടാണ് ഇവർ ഈ കിടന്ന് പറയുന്നത്. പക്ഷേ ഇവർക്ക് ഓർക്കണം, അവിടെ ഇരിക്കുന്നത് മറ്റേ ഈ മലബാർ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരുന്നത് ഇടതുകാരാണ്. അവരാണ് ഈ വള്ളുവനാട് ദേശത്തെയൊക്കെ സാമൂതിരിയൊക്കെ ഇത്രയും ബുദ്ധിമുട്ടിച്ച് തിരുമാന്താംകുന്നാണ് ഒരു ഉദാഹരണം. അങ്ങാടിപ്പുറത്തെ പാർത്ഥസാരഥി ക്ഷേത്രം, അതെ, ഇതെല്ലാം ഒരു ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇത് ശരിക്കും കേരളം എങ്ങോട്ടാണ് പോകുന്നത്? ഇത് മൊത്തം അങ്ങനെയാണെങ്കിൽ ദേവസ്വം വകുപ്പ് അങ്ങ് കൊടുത്താൽ പോലെ. അങ്ങോട്ട് ചോദിക്കാനുണ്ട്, സത്യത്തിൽ ഇവരെന്തിനാണ് ഈ പാണക്കാട് തങ്ങളെ പോയി കണ്ടത്? ഏറ്റവും എളുപ്പം അതല്ലേ.
കാരണം ഇവര് വടക്കൻ കേരളമാണ്. കാസർഗോഡ്, പാലക്കാട്, കണ്ണൂർ, വയനാട്, ശരിയാണ്, മലപ്പുറം. സമ്മതിച്ചു. ഇപ്പം ഞാൻ രാജേഷ് ജിയെ ഒരു സഹായം ചോദിച്ചു വരുന്നു. ഞാൻ അങ്ങയോട് വന്ന് എനിക്കൊരു 1000 രൂപ കടം തരണം എന്ന് പറയും. അങ്ങയുടെ കയ്യിൽ പണമില്ല എന്നെനിക്കറിയാം. അപ്പോൾ ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയോട് വന്ന് ചോദിക്കുകയാണ് 1000 രൂപ എനിക്ക് കടം തരണം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത പണം അങ്ങ് എങ്ങനെ എനിക്ക് ഉണ്ടാക്കി തരും? ഈ മലബാർ ദേവസ്വം ആകട്ടെ, ഏത് ദേവസ്വം ആകട്ടെ, ഇതിനകത്ത് ഈ മുസ്ലിം ലീഗിന് എന്ത് കാര്യം? അവിടെയാണ് കാര്യം ഇരിക്കുന്നത്. എൻ്റെ ചോദ്യം അതാണ്. ഇതിനകത്ത് മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അഹിന്ദുക്കളായ ജനപ്രതിനിധികൾക്ക് ദേവസ്വം വിഷയത്തിൽ എന്ത് കാര്യം? ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതും ദേവസ്വം ബോർഡിലെ അംഗങ്ങളെ തീരുമാനിക്കുന്നതും എല്ലാം ഹിന്ദു MLA-മാരുടെ കൂട്ടായ്മയാണ്. അങ്ങനെയാണ് നിയമം. ഇത് നമ്മൾ പറയുന്നതല്ല കേട്ടോ, ഇത് നമ്മുടെ നാട്ടിലെ നിയമം അതാണ്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനെ സർക്കാർ നിശ്ചയിക്കുമ്പോൾ അത് ഹിന്ദു MLA-മാരുടെ തീരുമാനമാണ്. ഹിന്ദു MLA-മാരാണ് വോട്ടെടുപ്പിൽ, അവിടെ ഒരു തർക്കം വന്നാൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ടത്. ദേവസ്വം ബോർഡിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഹിന്ദുക്കളായ MLA-മാർക്കാണ്. അവിടെ മുസ്ലിം ക്രിസ്ത്യൻ MLA-മാർക്ക് അതിനകത്ത് ഒരു റോളും ഇല്ല. കാരണം ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റിയുടെ വിഷയത്തിൽ ഹിന്ദുക്കൾ അഭിപ്രായം പറയാൻ പോവുമോ? ഹിന്ദുക്കൾ ഒരു ക്രിസ്ത്യൻ ആചാരവുമായി ഇപ്പം തന്നെ കുർബാനയെ ചൊല്ലി തർക്കമുണ്ട്. ഓർത്തഡോക്സുകാരും ജാക്കോബൈറ്റുകാരും തമ്മിൽ വലിയ പള്ളിയുടെ അവകാശ തർക്കം നടക്കുന്നു. ഏതെങ്കിലും ഹിന്ദു സംഘടനകളോ ഹിന്ദുക്കളോ ഈ വിഷയത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. സിറോ മലബാർ സഭയ്ക്കകത്താണ് ഈ കുർബാന ജനാഭിമുഖം വേണമോ അതോ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണോ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണോ അവർ തമ്മിൽ പറഞ്ഞു തീർക്കുകയാണ്. പകുതി പേർ എറണാകുളത്തെ അവിടുത്തെ ആസ്ഥാനത്ത് ആചാര സംബന്ധമായ വിഷയമാണ്. അതിനകത്ത് എന്തിനാ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അഭിപ്രായം? എറണാകുളത്തെ സെന്റ് തോമസ് ബസലിക്കയിലടക്കം അവർ ഇപ്പോൾ അൾത്താരയ്ക്ക് അഭിമുഖമായിട്ട് പണ്ടത്തെ പോലെ എങ്ങനെ വത്തിക്കാൻ ചെയ്യുന്ന പോലെ ചെയ്യുന്നു. അതേ നമുക്കറിയാവോ. മറ്റുള്ളവർ പക്ഷെ അങ്ങനെയല്ല. ഞങ്ങൾ ലത്തീൻ സഭക്കാരാണ്, ഞങ്ങൾ ലത്തീൻ ആഭിമുഖ്യമുള്ളവരാണ്, ഞങ്ങളുടെ മുഖത്ത് നോക്കി അച്ഛൻ ആയിക്കോട്ടെ എന്നാ ആയിക്കോട്ടെ. അതൊക്കെ നിങ്ങൾ ആ തർക്കമൊക്കെ ഇതിനകത്ത് പരിഹരിക്കേണ്ട. അതുപോലെ ഹിന്ദുക്കളുടെ വിഷയത്തിൽ ഹിന്ദുക്കളാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതിനകത്ത് എന്തിനാ നമ്മൾ വെറുതെ മറ്റുള്ളവർ ഇടപെടുന്നത്? ഇവിടെ അതാണ് എനിക്ക് എൻ്റെ സംശയം. ആദ്യത്തെ ചോദ്യം അതാണ്. ഇവർ പോയി പാണക്കാട് തങ്ങളെ കണ്ടതിൻ്റെ ഉദ്ദേശം എന്താണ്? പാണക്കാട് തങ്ങൾക്ക് ഈ കാര്യത്തിൽ ആകെ ചെയ്യാൻ പറ്റുന്നത് മുഖ്യമന്ത്രി VD സതീശനോട് പറയാം, ഇവരിങ്ങനെ ഒരു നിവേദനം കൊണ്ടുവന്നിട്ടുണ്ട്, ആ നിവേദനം ഞാൻ അങ്ങോട്ട് തരാം, ഇതിൽ അനുഭാവപൂർണമായ നടപടി സ്വീകരിക്കണം എന്നല്ലാതെ പാണക്കാട് തങ്ങൾ ഈ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ പാണക്കാട് തങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കും, ആ തീരുമാനം പിന്നെ VD സതീശനിലൂടെ നടപ്പാക്കും എന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ജീവനക്കാർ ഒട്ടുമുക്കാലും ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ടവരാണ്. ഇവരുടെ കൊണ്ടുപോകുന്നത് നമ്മുടെ മുൻ MLA KN ഖാദറാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഓർക്കണം. കേരള ടെമ്പിൾ എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കൾ അവരുടെ വിവിധ ആവശ്യങ്ങളടങ്ങിയ നിവേദനം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാലിഖലി ശിഹാബ് തങ്ങൾക്ക് സമർപ്പിക്കുന്നു. ആയതിന് അവസരമൊരുക്കാൻ അവർ എന്നോട് അപേക്ഷയനുസരിച്ച് ഞാൻ കൂടെ പോയി. ചെയർമാൻ VV ശ്രീനിവാസൻ, MV ശശി, ശ്രീഷ് KP, പിന്നെ കേശവൻ നമ്പീശൻ, ഗിരിധരൻ രാമനാട്ടുകര ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ആ ടീമിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ദേവസ്വം മന്ത്രി KM മുരളീധരനാണ്. അദ്ദേഹത്തെ ഈ മലബാർ ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്നില്ല. അതിനേക്കാൾ പവർഫുള്ളാണ് മലബാറിലെ വയനാട്ടിലെ മലപ്പുറത്തെ അടക്കം ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ പവർഫുൾ ആരാണ്? പാണക്കാട് കുടുംബം തന്നെയാണ്. ഇതാണ് ഇവിടെ മനസ്സിലിപ്പോഴും. അല്ല, അതിനൊരു കാരണമുണ്ട് രാജേഷ് ജി. അതായത് ഇത് സത്യത്തിൽ ഈ CPM തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ്. കേരളത്തെ കത്തിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗൂഢതന്ത്രങ്ങളാണ്, പറയാതിരിക്കാൻ കഴിയില്ല. നോക്കൂ, കേന്ദ്ര സർക്കാർ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നു. അപ്പോൾ അതിനകത്ത് വഖഫ് ബോർഡിൽ ഒരു അമുസ്ലിമായ ഒരു പ്രതിനിധി ഉണ്ടാകണം എന്ന് വെച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചത്? കേന്ദ്ര സർക്കാർ വഖഫ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ആചാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ആ മുസ്ലിങ്ങളുടെ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ
കാര്യങ്ങളിൽ തീരുമാനം രണ്ടുപേർ അമുസ്ലിങ്ങളായിരിക്കണം എന്ന നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് എന്തിനാണ്? ഇതിൻ്റെ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമത്തിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം വിശദീകരിക്കും. ഇതെന്തുകൊണ്ടാണ് ഈ നിയമം നമ്മൾ കൊണ്ടുവരുന്നത് എന്ന് കൃത്യമായിട്ട് വിശദീകരിക്കും. കേന്ദ്ര സർക്കാർ പറഞ്ഞു, ഈ വഖഫുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ മുസ്ലിങ്ങളല്ലാത്തവരുമായിട്ടും വഖഫ് ബോർഡിനുണ്ട്. വഖഫ് ബോർഡ് ഒരു മതസ്ഥാപനം എന്നതിലുപരി മതപരമായ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ്. അപ്പോൾ ആ ഭരണ സംവിധാനം അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിങ്ങളല്ലാത്തവരുമായിട്ട് വഖഫ് ബോർഡിന് കേസുകളുണ്ട്. ഉദാഹരണത്തിന് മുനമ്പമുണ്ട്, പാലക്കാടുണ്ട്, തമിഴ്നാട്ടിൽ ക്ഷേത്രങ്ങൾ തന്നെ വഖഫ് ഭൂമിയാണെന്നും പറഞ്ഞ് കേസ് നടക്കുക. വലിയ ക്ഷേത്രങ്ങൾ ഇപ്പോൾ എത്രയെങ്കിലും വർഷം പഴക്കമുള്ള, അതായത് ഇസ്ലാം ആവിർഭവിക്കുന്നതിന് മുമ്പ് ഉണ്ടായ ക്ഷേത്രങ്ങൾ, നിർമ്മിച്ച ക്ഷേത്രങ്ങൾ, അതിൻ്റെ ഭൂമി വഖഫാണെന്നും പറഞ്ഞ് ഇപ്പോൾ കേസ് അവിടെ വലിയ കോലാഹലങ്ങൾ നടക്കുന്നുണ്ട്, വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു, ഈ വിഷയത്തിൽ ഇങ്ങനത്തെ ഡിസ്പ്യൂട്ടുകൾ തീർക്കണമെങ്കിൽ അതിനകത്ത് രണ്ട് അമുസ്ലിങ്ങളായിട്ടുള്ള 2 അംഗങ്ങൾ കൂടി വേണം. അതാണ് അതിൻ്റെ കാരണം. അല്ലാതെ വഖഫ് ബോർഡ് പിടിച്ചടക്കാനോ മുസ്ലിം ആചാരങ്ങളിൽ കൈകടത്താനോ വഖഫ് ചെയ്യുന്നതിനെ തടയാനോ പ്രോത്സാഹിപ്പിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല. അതൊരു നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നോക്കൂ, അവർ കോടതി പോയിട്ടുണ്ട്. കോടതി വിശദീകരണം ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ കേന്ദ്ര സർക്കാർ ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. കാര്യം ഇതാണ്. അപ്പം ഇതിനൊരു കൃത്യമായ വിശദീകരണം കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മലബാറിൽ തിരുമാന്താംകുന്നെന്ന് പറയുന്ന സുപ്രസിദ്ധമായ ക്ഷേത്രം, ആ ക്ഷേത്രം ഭരിച്ചുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ വള്ളുവ കോനാതിരി അവരുടെ ട്രസ്റ്റാണ്, അല്ലേ? ഈ ഏറനാട് താലൂക്കിലാണ് ഇത് വരുന്നത്. വള്ളുവനാടെന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ പാലക്കാടും, ഏറനാടെന്ന് പറയുന്നത് ഇന്നത്തെ മലപ്പുറം, ഏതാണ്ട് കുറച്ച് അങ്ങോട്ട് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ അത് കോഴിക്കോടിന്റെ ഭാഗമാണ്, സാമൂതിരിയുടേതായി. ഇത് അങ്ങാടിപ്പുറമൊക്കെ വരുന്നത് കൃത്യമായിട്ടും വള്ളുവ കോനാതിരിയുടെ ഭാഗത്താണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ഇതുപോലെ പരമ്പരാഗതമായി ആരാണോ ക്ഷേത്രഭരണം നിർവഹിച്ചു വന്ന ആ കുടുംബത്തിലെ തലമുതിർന്ന അംഗം, അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഈ സർക്കാർ ഇടപെട്ട് മലബാർ ദേവസ്വം ബോർഡ് ചില മുസ്ലിം പ്രമാണിമാരെ ആ ട്രസ്റ്റിനകത്ത് ഉൾപ്പെടുത്തി ക്ഷേത്രഭരണത്തിന് വേണ്ടി. ഈ ക്ഷേത്രഭരണവും ഈ മുസ്ലിങ്ങളുമായിട്ട് എന്താണ് ബന്ധം? എനിക്ക് മനസ്സിലായി. വലിയ വിവാദമായി പച്ച കളറാക്കി. അങ്ങനത്തെ അല്ല ഞാൻ ആലോചിക്കുന്ന. ഒന്നാമത് ഈ മുസ്ലിങ്ങളുടെ ആരാധനാ സമ്പ്രദായം ഹിന്ദുക്കളുടെ ആരാധനാ സമ്പ്രദായവുമായിട്ട് ഒട്ടും യോജിക്കുന്നതല്ല. ഹിന്ദുക്കളിൽ പല ആരാധനാ സമ്പ്രദായങ്ങളുണ്ട്. ഈ വിഗ്രഹം വെച്ച് ആരാധിക്കുന്നവരുണ്ട്, വിഗ്രഹം ഇല്ലാതെ ആരാധിക്കുന്നവരുണ്ട്, അങ്ങനെ പല സമ്പ്രദായങ്ങളുണ്ട്. പിന്നെ ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്നവരും ഹിന്ദുക്കളിലുണ്ട്. ദൈവമില്ല, അവരെ നമ്മൾ ചാർവാകന്മാർ എന്നാണ്, ലോകായത ദർശനം എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. അല്ലെ, കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും അവരുടെ അടുത്തെത്താനുള്ള യോഗ്യതയില്ല. അവർ കുറെക്കൂടെ പഠിച്ചവരും അറിവുള്ളവരുമാണ് ഈ ചാർവാകന്മാരൊക്കെ. ചാർവാകൻ എന്ന വാക്ക് തന്നെ ചാരുവായ വാക്ക് പറയുന്നവൻ എന്നാണ്. അത് പണ്ട് തൊട്ടേ മനോഹരമായി വളരെ പണ്ട് തൊട്ടേ ഇതൊക്കെ ഉണ്ട്. ഈ ബുദ്ധമതവും ജൈനമതവും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഈ ചാർവാകന്മാർ രാമായണത്തിലും മറ്റുമൊക്കെ പറയുന്നുണ്ട്, പരാമർശങ്ങളുണ്ട്. രാമൻ ചോദിക്കുന്നതായിട്ട്, അല്ലയോ ഭരത, നാട്ടിൽ ചാർവാകന്മാർക്കൊക്കെ സുഖം തന്നെ എന്ന് വെച്ചാൽ അവരെ ആരെങ്കിലും കയറി, ഈ വിശ്വാസികളായ ആൾക്കാർ കയറി ആക്രമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ പണ്ട് തൊട്ടേ ഭാരതത്തിൽ ഉണ്ടായിരുന്നതാണ്, ഹിന്ദുക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇതിനകത്ത് ഈ ഒരു നോക്കൂ, നമ്മൾ ലോകത്ത് എവിടെ പോയാലും മുസ്ലിങ്ങളുടെ ആരാധനാക്രമം ഏതാണ്ട് ഒരുപോലെയാണ്. ഇപ്പോൾ ഷിയ ആയാലും സുന്നി ആയാലും ഒക്കെ ഇവർക്കൊക്കെ ഈ ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവരെല്ലാവരും അള്ളാഹുവിനെ തന്നെയാണ് ആരാധിക്കുന്നത്, അല്ലെ? അങ്ങനത്തെ പൊതുസ്ഥലത്തല്ല, അവർക്ക് പള്ളിയുണ്ട്, പ്രാർത്ഥന നടത്താൻ സംവിധാനമുണ്ട്. അതൊക്കെ അവരുടെ മതപരമായ ചിട്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് മറ്റാർക്കും, നമുക്കൊന്നും അതിനകത്ത് കൈ കടത്തേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ച് വെറുതെ ഇടങ്കോലിടാൻ പോകുന്നത്? ക്രിസ്ത്യൻ ആരാധനാക്രമങ്ങൾ നമ്മൾ എന്തിനാണ്
അത് മറ്റുള്ളവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുമ്പോൾ, അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുമ്പോൾ എന്തിനാണ് അതിൽ തലയിട്ട് ഈ കുളം കലക്കാൻ ശ്രമിക്കുന്നത്? ഒരു ചോദ്യം കൂടെ. അല്ല, ഞാനൊന്ന് ഇതൊന്ന് പറഞ്ഞു നിർത്തോട്ടെ. അപ്പോൾ പിന്നെ ഈ ഹിന്ദു ക്ഷേത്രത്തിൽ എന്തിനാണ് ഈ മുസ്ലിങ്ങളെ അതിൻ്റെ ഭരണ സംവിധാനത്തിലേക്ക് മുസ്ലിങ്ങളെ കൊണ്ടുവന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ്. കൊണ്ടുവന്നല്ലോ, അല്ലേ? കൊണ്ടുവന്നു ആ ചോദ്യം. പക്ഷെ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. എന്റെ അടുത്ത ചോദ്യം, എന്തുകൊണ്ട് കോടതി തൂക്കിയെടുത്ത് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഈ വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ നിയോഗിക്കാൻ കേരളത്തിലെ സർക്കാർ തയ്യാറായില്ല? ഷോൺ ജോർജ് കോടതി പോയിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഇത് ഉന്നയിച്ച് ചോദിച്ചു. അപ്പോഴാണ് ഇവിടുത്തെ ഹിന്ദു സംഘടനകൾക്ക് പോലും അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾക്ക് പോലും മനസ്സിലാകുന്നത് മുസ്ലിങ്ങൾ 2 പേര് വേണമെന്നും അവരെ അമുസ്ലിങ്ങൾ 2 പേര് വേണമെന്നും അവരെ ഇതുവരെ നിയോഗിച്ചിട്ടില്ലെന്ന്. അതായത് ആ അമുസ്ലിങ്ങളില്ലാത്ത പൂർണ്ണമല്ലാത്ത ആ വഖഫ് ബോർഡാണ് മുനമ്പത്ത് ഇപ്പോൾ ഈ കിടന്ന് ഞെളിവിരി കൊള്ളുന്നത്. എന്തുകൊണ്ട് ഈ പിണറായി സർക്കാരിന് തിരുമാന്താംകുന്നിൽ അവിടുത്തെ കമ്മിറ്റിയിലേക്ക് തള്ളിക്കയറ്റാമെങ്കിൽ എന്തുകൊണ്ട് രണ്ടുപേരും വെച്ചില്ല? അവിടെ 2 പാർട്ടിക്കാരെ വയ്ക്കാമായിരുന്നല്ലോ. മുസ്ലിം ക്രൈസ്തവ വിഭാഗക്കാരായിക്കോട്ടെ, ഒരു ഹൈന്ദവ വിഭാഗക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ബുദ്ധമതമോ ജൈന മതമോ അതോ ആംഗ്ലോ ഇന്ത്യനോ എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഹിന്ദുക്കൾക്ക് അത് വേണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഹിന്ദുക്കളാരും ആവശ്യപ്പെട്ടിട്ടില്ല, ആവശ്യപ്പെടരുത്. കാരണം അത് വഖഫ് ബോർഡിന്റെ കാര്യമാണ്. അവിടെ വിവരമുള്ള ആൾക്കാരായാലും വന്നിട്ട് സംസാരിക്കണം. അല്ല, അത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ഒന്നാമത് ആ നിയമം ഇപ്പോൾ കോടതിയിലൊക്കെ ചോദ്യം ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. അതിലൊരു തീരുമാനം ഉണ്ടാകട്ടെ. നമുക്കിവിടെ നമ്മളൊരു മാധ്യമ ചർച്ച നടത്തുമ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ ഒരു വിധി പറയാൻ പാടില്ല. നമുക്ക് അഭിപ്രായങ്ങൾ പറയാം, ചർച്ച നടത്താം, വിശകലനം നടത്താം. പക്ഷെ തീരുമാനം കോടതിയുടെ. കാരണം അതിന്റെ കോടതി തീരുമാനിച്ചു, സർക്കാർ ഇത് കൊണ്ട് കോടതി അംഗീകരിച്ചിട്ടാണ് ഈ 2 മുസ്ലിങ്ങളെ വെക്കാൻ പറഞ്ഞത്. ന്യായാന്യായങ്ങൾ കോടതി തടഞ്ഞിട്ടില്ല. അതായത് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നടപ്പാക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല കോടതി. നടപ്പാക്കാനാ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ന്യായാന്യായങ്ങൾ പരിശോധിച്ച് ഒരു വിധി പറയേണ്ടത് കോടതിയാണ്. പക്ഷേ നമ്മള് ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഒരു മാധ്യമം ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് അതിന്റെ ന്യായാന്യായങ്ങൾ കോടതി പരിശോധിച്ച് വിധി കൽപ്പിക്കട്ടെ. ഒരു നിമിഷം. അപ്പോൾ രാജേഷ് ജി ചോദിച്ചതിന് റിലവൻസ് ഉണ്ട്. എന്തുകൊണ്ട് തിരുമാന്താംകുന്ന് ട്രസ്റ്റികളിൽ അല്ലെങ്കിൽ ഭരണത്തിൽ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തിയ പിണറായി സർക്കാർ എന്തുകൊണ്ട് വഖഫ് ബോർഡിൽ ഇത് ചെയ്തില്ല, 2 അമുസ്ലിം പ്രതിനിധികളെ വെച്ചില്ല എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് CPIM-ഉം പിണറായി വിജയനുമാണ്. അവർ ഉത്തരം പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. ഇനി എനിക്കൊരു സംശയം, എന്തെങ്കിലും ഒരു അന്തർധാര കാണും, അതുകൊണ്ട് തന്നെയാണ് പാണക്കാട് പോയത്. ഇതേപോലെ തിരുമാന്താംകുന്നിൽ അതും മലബാർ ദേവസ്വം ബോർഡ് കീഴിലുള്ള ക്ഷേത്രമാണ്. തിരുമാന്താംകുന്നിൽ ഇതുപോലെ മുസ്ലിം സമുദായക്കാരെ ക്ഷേത്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ട് സ്വാഗതാർഹമാണ്. ക്ഷേത്രത്തിന്റെ ഉത്സവ കമ്മിറ്റിയിലൊക്കെ മറ്റേ മൊത്തത്തിലുള്ള എല്ലാ വിഭാഗം ആൾക്കാരെയും ഉൾപ്പെടുത്തി ഉത്സവ കമ്മിറ്റി. നമ്മളിപ്പോ നമ്മുടെ മാമാങ്കം നടന്നു എത്രയോ വർഷങ്ങൾക്ക് ശേഷം, 250 എത്രയോ ബ്രിട്ടീഷുകാർ നിരോധിച്ചതാണ്. അതിനുശേഷം ഇപ്പം മാമാങ്കം അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി നടന്നു. അതുമായിട്ട് അതിൻ്റെ ചടങ്ങുകൾക്ക് പുറത്ത് ബാഹ്യമായി എല്ലാ കാര്യത്തിലും ആ പ്രദേശത്തെ മുസ്ലിങ്ങൾ എല്ലാവരും സഹകരിച്ചു. നമുക്കും സന്തോഷം. ഇപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിൻ്റെതായ ആചാരാനുഷ്ഠാന ചടങ്ങുകൾ അതിലെ വിശ്വാസികൾക്കുള്ളതാണ്. അതിന് പുറത്ത് ഇപ്പോൾ ക്ഷേത്രത്തിൽ അവിടെ ഒരു നാടകം നടക്കുന്നു, അല്ലെങ്കിൽ ഓട്ടം തുള്ളൽ നടക്കുന്നു, പല കലാപ്രകടനങ്ങൾ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ നടക്കുന്നു. ക്ഷേത്രത്തിൻ്റെ എഴുന്നള്ളത്ത് വരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ എഴുന്നള്ളത്ത് കാണാൻ അവിടെ ആ പ്രദേശത്ത് താമസിക്കുന്ന ഹിന്ദുക്കളല്ലാത്ത ഭക്തരല്ലാത്ത മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഇറങ്ങി നിൽക്കും. അവരത് കാണും. ഈ ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ് അതൊരു ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ആ പ്രൊസഷൻ കാണാൻ അവിടെ ഇറങ്ങി നിൽക്കുന്നതിന് ആരും തടയാറുമില്ല. ഇവിടെ അത്തരം കാര്യങ്ങൾക്കൊന്നും ഇവിടെ വിലക്കില്ല. പക്ഷെ എൻ്റെ ചോദ്യം, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ മടങ്ങി വരുന്നു. ഈ നിയമപരമായി ഇടപെടാൻ കഴിയാത്ത ആൾക്കാരെ മലബാർ ദേവസ്വം ജീവനക്കാരെന്തിന്, അതും ഇടതുപക്ഷ യൂണിയനിൽ പെട്ട ആൾക്കാർ, ഇടതുപക്ഷത്തിൻ്റെതാണ്, അങ്ങനെയുള്ളവർ എന്തിനു സമീപിച്ചു? പാണക്കാട് തങ്ങൾക്കോ അദ്ദേഹത്തിൻ്റെ പാർട്ടി മുസ്ലിം ലീഗിനോ മുസ്ലിം ലീഗ് MLA-മാർക്കോ ഈ കാര്യത്തിൽ ഒരു അധികാരവും അവകാശവും ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഈ നിവേദനം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഈ നിവേദനം മുഖ്യമന്ത്രിക്ക് കൈമാറും. അപ്പോൾ അതിലൊരു ഭേദഗതി വരും.
ഈ മലപ്പുറം ജില്ലയിലെങ്കിലും മലബാർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിൽ തങ്ങൾക്ക് കൂടി പ്രാതിനിധ്യം വേണം. മതേതരമായ ആവശ്യമാണ്. അവിടുത്തെ ജീവനക്കാരുടെ ഇടയിൽ മുസ്ലിം ലീഗിന്റെ യൂണിയനും വേണം, കമ്മിറ്റിയിലടക്കം പ്രാതിനിധ്യം വേണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ജീവനക്കാരായിട്ടും ഞങ്ങളുടെ ഒരു മേൽനോട്ടം വേണം. ലീഗിന്റെ ആൾക്കാരെ ജീവനക്കാരായിട്ട് എടുക്കുമായിരിക്കും. മലബാർ ദേവസ്വത്തിന് വേണ്ടി പ്രത്യേക ദേവസ്വം ബില്ല് ഭേദഗതി ചെയ്യുമ്പോൾ പുതിയ ഭേദഗതി ഇവർക്ക് കൊണ്ടുവരാമല്ലോ. ക്ഷേത്രം ജീവനക്കാരായിട്ട് മതേതര സർക്കാരാണല്ലോ. അപ്പോ ഇത് ഭരണഘടന മതമില്ലാത്ത സർക്കാരായിരുന്നു, ഇത് മതേതര സർക്കാരാണ്. അത് മതമില്ലാത്ത ജീവനും ഇത് മതമുള്ള അല്ല. എന്റെ ചോദ്യം, ഇത് നമ്മുടെ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് നമ്മുടെ നിലവിലെ നിയമങ്ങളും വകുപ്പുകളും ചട്ടങ്ങളും അനുസരിച്ച് ഇത് നടക്കുന്നതാണ്. ഭരണഘടനയുണ്ട്, ദേവസ്വമുണ്ട്, കവനന്റ് ഉണ്ട്, ഇതെല്ലാം നോക്കണ്ടേ? വേറെ കാര്യം ഒന്ന് ഓർക്കണം, മലബാർ ദേവസ്വത്തിൽ ശരി ഒരു 1000-ഓളം ക്ഷേത്രങ്ങളുണ്ട്. അതിൽ തളിപ്പറമ്പ് കണ്ണൂർ രാജരാജേശ്വരി ക്ഷേത്രം കേരളത്തിലെ 108 പുരാതന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. സ്വത്തുള്ള ക്ഷേത്രമാണ്. തിരുനെല്ലി ക്ഷേത്രം വയനാട്, തിരുനെല്ലിയിൽ നമ്മുടെ പൂർവികരുടെ അല്ലെ മരണമടഞ്ഞവരുടെ ചിതാഭസ്മം കൊണ്ട് നിമജ്ജനം ചെയ്ത പിന്നെ നമ്മൾ കർക്കിടക ബലി പോലും ഇടേണ്ട കാര്യമില്ലെന്നാണ്. അതെ, അതൊരു വിഷ്ണു ക്ഷേത്രമാണ്. പിന്നെ കാടാമ്പുഴ മലപ്പുറം പാർവതി ക്ഷേത്രം, പൂമൂടൽ മുട്ടറക്കൽ അല്ലേ, ദേവസ്വം ബോർഡിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ക്ഷേത്രമാണ്. അടുത്തത് കോഴിക്കോട് വളയനാട് ദേവീക്ഷേത്രം, അതും അതെ, പ്രത്യേക പാരമ്പര്യമാണ് അവിടെ. അവിടെ ഈ ട്രസ്റ്റികളും പ്രത്യേക സമുദായങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അടുത്തത് തൃശ്ശൂർ ഗുരുവായൂർ മമ്മിയൂർ ക്ഷേത്രം, അതും ഈ മലബാർ ഇതിന്റെ കീഴിലാണ്. അപ്പൊ തൊട്ടടുത്ത് വരെ എത്തിയിരിക്കുന്നു, ഗുരുവായൂരിന് അടുത്ത് വരെ എത്തി. പിന്നെയുള്ളത് ഗുരുവായൂർ സ്വതന്ത്രം, പക്ഷെ അതിനടുത്ത് വരെ എത്തി ആണല്ലോ. അപ്പൊ 3 തിരുവിതാംകൂർ ദേവസ്വം, കൊച്ചിൻ ദേവസ്വം, മലബാർ ദേവസ്വം. അപ്പൊ 3 ദേവസ്വങ്ങളായി. ഗുരുവായൂരിനെ അങ്ങ് നീക്കി മലബാറിൽ അല്ല, അതേ മറ്റേ സിനിമയില് സായികുമാർ പറയുന്നതല്ലേ, ഒരു മുട്ട് ഒരു തട്ട് ഒറ്റ നീക്ക്. മനസ്സിലായി? അപ്പൊ ഈ മമ്മിയൂർ എത്തിയിട്ടുണ്ട്. ഈ ഗുരുവായൂരിനെ കൂടെ പതുക്കെ ഗുരുവായൂരിന്റെ ക്ഷേത്രത്തിലെ സ്വത്തുക്കളൊന്നും വേണ്ട, ക്ഷേത്രഭരണം അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ക്ഷേത്രഭരണം, ക്ഷേത്രത്തിലെ ട്രസ്റ്റികൾ, ഇതെല്ലാം കൂടെ ഗുരുവായൂരിനൊരു ശക്തമായൊരു ഒരു ഉറപ്പ്, സുരക്ഷ ഉറപ്പാക്കാനായിട്ട് ഗുരുവായൂരിനെ പതുക്കെ മമ്മിയൂരിൻ്റെ അടുത്തേക്ക് നീക്കി വയ്ക്കും. അപ്പോൾ ഗുരുവായൂർ വരെ, തൃശ്ശൂരിൽ മലപ്പുറത്തിൻ്റെ ബോർഡറായ ആ ഗുരുവായൂർ വരെ വന്ന് നമ്മുടെ ദേവസ്വം ബോർഡിൽ നിൽക്കും. എങ്ങനെയുണ്ട് ബുദ്ധി? വളരെ നല്ല ബുദ്ധി. ഇതാണ് അവരുടെ ലക്ഷ്യം. ഇതാണ്. അപ്പൊ MLA ആരാ അവരുടെ? ഗുരുവായൂർ MLA നമ്മൾ അറിഞ്ഞില്ല, ഗോപാലകൃഷ്ണനൊക്കെ പരസ്യമായിട്ട് ബോർഡ് വെച്ചതാണ്. ഇതിന് തോറ്റുപോയി. പക്ഷെ ഗുരുവായൂർ MLA മുസ്ലിം ലീഗിന്റെ MLA അല്ല. ഇതിനകത്ത് വേറൊന്നുമല്ല, ഇതിനകത്തൊരു കള്ളക്കളി കൂടിയുണ്ട്. അതായത് അപ്പുറത്ത് വഖഫ് ബോർഡിൽ 2 മുസ്ലിങ്ങൾ വരുമ്പോൾ ഇപ്പുറത്ത് മലബാർ ദേവസ്വത്തിൽ നമ്മുടെ പ്രതിനിധി കൂടി വരുന്നതിൽ തെറ്റൊന്നുമില്ല. അതെ, അപ്പൊ ദേവസ്വം ബോർഡിൽ പ്രതിനിധി വരികയാണ്. ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഇവര് യൂണിയൻ, ക്ഷേത്രങ്ങളുടെ ഭരണം സംബന്ധിച്ച് ഇങ്ങനെ ചില കൈകടത്തലുകൾ, ഒളിച്ചു കടത്തലുകൾ മുസ്ലിം ലീഗ് വഴി നടക്കുമോ എന്നുള്ള പരീക്ഷണമാണ്. അതാണ് MLTDU. ഇങ്ങനെ ആയിരിക്കും സംഘടന, മുസ്ലിം ലീഗ് ടെമ്പിൾ ദേവസ്വം യൂണിയൻ. മുസ്ലിം ലീഗ് ടെമ്പിൾ ദേവസ്വം യൂണിയൻ, അതായിരിക്കും എന്റെ പേര്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നല്ലാതെ. അതായത് ഈ ക്ഷേത്രങ്ങളിലെ ചെറിയ നമ്മുടെ ഈ പറഞ്ഞ മമ്മിയൂര്, തളിപ്പറമ്പ്, കാടാമ്പുഴ, അങ്ങനെ അല്ല, അവിടെ ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രം അത് കേസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇതെല്ലാം കൂടെ ഒറ്റ ഇതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മലബാർ ദേവസ്വം ബോർഡിലെ 3-2 സ്ഥാനം ലീഗിന് വേണം. അല്ല, 3-2 സ്ഥാനമൊക്കെ ആർക്ക് കിട്ടുമെന്നുള്ളത് നമുക്ക് വഴിയേ കാണാം. ഫണ്ട് വേണ്ടേ? പക്ഷേ അവരെന്താണ് മാതൃകയാക്കുന്നത്? ശബരിമല അയ്യപ്പന്റെ സ്വർണം ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയാതെ കട്ടളയും പാളിയും, അതായത് അയ്യപ്പന്റെ അവർ പറഞ്ഞ വാതിലും കൊത്തളവും തളികളും കുത്തിയിരിക്കുന്ന കസേര എന്ന് അവർ പറയുന്നത്. അവരൊന്നും പറയാൻ പറ്റില്ല, അവരങ്ങനെ കുത്തിയിരിക്കുന്ന കസേര, പീഠം, ഇതെല്ലാം ഇളക്കിക്കൊണ്ടുപോയി പലതിനും ഇളക്കിക്കൊണ്ടുപോയി സ്വർണം ഉരുക്കി എടുക്കാമെങ്കിൽ അല്ല, അങ്ങനെയല്ല. അത്രത്തോളം നിങ്ങൾക്ക് ശ്രദ്ധയില്ലെങ്കിൽ, നിങ്ങൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ശബരിമല അയ്യപ്പനെ പോലും നേരെ ചൊവ്വേ നോക്കാൻ വയ്യെങ്കിൽ ഈ അമ്പലങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഈ ദുർഗതി അവിടെ വരരുത്. കൊള്ളാം, നല്ല പോസിറ്റീവ് സെൻസ്. ഈ ദുർഗതി തളിപ്പറമ്പിലോ തളിപ്പറ രാജരാജേശ്വര ക്ഷേത്രത്തിലോ തിരുവനന്തപുരത്തിലോ ഒന്നും ഈ അവസ്ഥ വരരുത്. കരുതലാണ്. അതെ, വളരെ നല്ല കരുതൽ, കാലം കരുതിയിരിക്കുന്ന കരുതലാണ്. അപ്പുറത്ത് വഖഫ് ബോർഡിൽ കൂടി ഈ കരുതൽ വേണം. അതില്ല. എന്തായാലും ഇത് വളരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ്. ഇത് നിസ്സാരമല്ല. വളരെ കൃത്യമായിട്ട്
ഈ മലബാർ ദേവസ്വം ജീവനക്കാരുടെ സംഘടന നടത്തിയിരിക്കുന്ന ഈ ഓപ്പറേഷൻ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോന്ന ഒരു നീക്കമാണ് അവർ നടത്തിയിരിക്കുന്നത്. ഈ കേരളത്തിൻ്റെ സ്വൈര ജീവിതത്തെ, സമാധാന ജീവിതത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള വലിയ ഒരു തന്ത്രത്തിന് എവിടെയോ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. എന്തായാലും ഈ വിഷയത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം ജാഗ്രതയോടുകൂടി ഇടപെടട്ടെ. നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഇതുവരെയുള്ള നമ്മുടെ ഈ ഭരിക്കാൻ വേണ്ടുന്ന വകുപ്പുകളും ചട്ടങ്ങളും ഒക്കെ നമ്മൾ നിയമനിർമ്മാണം നടത്തി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് തീരുമാനിക്കപ്പെടട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുത്. അത് ഇടതുപക്ഷമാണെങ്കിലും ശരി, വലതുപക്ഷമാണെങ്കിലും ശരി, പക്ഷമില്ലാത്തവരാണെങ്കിലും ശരി, അത് ആർക്കും ഭൂഷണമല്ല. കേരളത്തിനത് വലിയ ദോഷം ഉണ്ടാക്കും എന്നും മാത്രമേ പറയാനുള്ളൂ. പാണക്കാട് തങ്ങളുമാരുടെ പാരമ്പര്യം ഇങ്ങനെയല്ല. അവരുടെ ആ പാരമ്പര്യത്തിനും ആ പൈതൃകത്തിനും എതിരായ നീക്കങ്ങൾ കേരളത്തിൽ നടത്തരുത്, നടത്താൻ കൂട്ടുനിൽക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.